നമസ്കാരം. കുറച്ചു കാലമായി വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഓരോ പ്രസ്താവനയും വിവാദമാക്കാൻ കേരളത്തിലൊരു വലിയ ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളുടെയൊക്കെ വെളിച്ചത്തിലാണ് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചും ഇസ്ലാമിസ്റ്റുകളെക്കുറിച്ചും ഇസ്ലാമിക വർഗീയതയെക്കുറിച്ചുമെല്ലാം അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അദ്ദേഹം ഇടതുമുന്നണിയുടെ ഭാഗമായി ഇരുന്നു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരു സമുദായ നേതാവായി ഇരുന്നു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇടതുമുന്നണി ഈ തീവ്ര മുസ്ലിങ്ങളുടെ വോട്ടുകൾ ആകർഷിക്കാൻ ശ്രമിക്കുന്ന ഒരു മുന്നണി എന്ന നിലയിൽ തന്നെ ആ മുന്നണിയോട് അനുഭാവം പുലർത്തുമ്പോൾ തന്നെ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളെ വളരെ അധികം തുറന്ന് എതിർക്കുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ സധൈര്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ UDF ഭരിക്കുന്ന കാലത്ത് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടായിരുന്നപ്പോൾ കടുത്ത സാമൂഹിക അനീതി കാട്ടി, ഈഴവരടക്കമുള്ള വിഭാഗങ്ങളോട് അവർ വലിയ രീതിയിലുള്ള അനീതി കാട്ടി. കോളേജോ സ്കൂളോ ഒന്നും മലപ്പുറം ജില്ലയിൽ അനുവദിച്ച് തന്നിട്ടില്ല. മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ പറയുന്ന മുസ്ലിം ലീഗ് തരുന്നില്ല എന്ന് ഒരു രാഷ്ട്രീയ വിമർശനം മുസ്ലിം ലീഗിനെതിരെ അദ്ദേഹം നടത്തി. അദ്ദേഹം ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെതിരെ ഇദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ ബഹളമുണ്ടാക്കാനാണ് ഇവിടെ ചില ആളുകൾ ശ്രമിക്കുന്നത്. ആ പ്രചരണത്തിന് പിന്നിൽ കേരളത്തിലെ ചില മാധ്യമങ്ങളുമുണ്ട്. അത്തരത്തിലൊരു മാധ്യമ പ്രവർത്തകനെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തീവ്രവാദിയെന്നും ഈരാറ്റുവേട്ടക്കാരനെന്നുമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വാരി അലക്കിയത് നമ്മൾ കണ്ടതാണ്. ഈ രീതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ സംഘടിതമായ ആക്രമണം നടക്കുമ്പോൾ, വെള്ളാപ്പള്ളി നടേശനെ എവിടെ വെച്ച് കണ്ടാലും പിടിച്ചു നിർത്തി കരിയോയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒഴിക്കുന്ന വ്യക്തിക്ക് പണവും പാരിതോഷികവും ഒക്കെ നൽകും എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തത് ഇവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവാണ്. അതായത് മലപ്പുറത്തെ ഒരു കോൺഗ്രസ് നേതാവാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റാണ്. ഇങ്ങനെ വെള്ളാപ്പള്ളിക്കെതിരെ വലിയ ആക്രമണം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തുറന്ന പിന്തുണയുമായി BJP എത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ സംസ്ഥാന നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നവർക്കെതിരെ കർശനമായ താക്കീത് നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇത് 1921 അല്ല, 2026 വാര്യംകുന്നൻ്റെ സമയമല്ല, നരേന്ദ്രമോദിയുടെ കാലമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അതിന് തൊട്ടു പിന്നാലെ BJPയുടെ തുറന്ന പിന്തുണ അറിയിച്ചുകൊണ്ട് BJPയുടെ കേരളത്തിൻ്റെ പ്രഭാരി കൂടിയായ പ്രകാശ് ജാവദേക്കർ ഇന്ന് വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് കണ്ടിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനുമായി കൂടിയാലോചനകൾ നടത്തി. കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടാകും. ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും അദ്ദേഹം BJPയുമായി സംസാരിക്കുന്നു. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയമാണ്. BDJS എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് NDAക്കൊപ്പമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ചാർജുള്ള പ്രഭാരി കൂടിയായ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചാർജുള്ള ദേശീയ നേതാവ് കൂടിയായ പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളിയെ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളതാണ്. വെള്ളാപ്പള്ളി എന്ത് രാഷ്ട്രീയമാണ് BJPയോട്, അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധിയായ പ്രകാശ് ജാവദേക്കറോട് സംസാരിച്ചത് എന്നറിയില്ല. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. BJP വെള്ളാപ്പള്ളി നടേശന് പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം അനുവദിക്കില്ല, വെള്ളാപ്പള്ളിക്ക് നേരെയുള്ള ആക്രമണം അനുവദിക്കില്ല എന്ന് BJP തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ പിന്തുണ അറിയിക്കുന്നതിൻ്റെ ഭാഗമായി ദേശീയ നേതാവ് ഇന്ന് വെള്ളാപ്പള്ളിയെ സന്ദർശിക്കുകയും ചെയ്തിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.